നമസ്കാരം. ജയിൽ തടവുകാരുടെ വേതനം വർദ്ധിപ്പിച്ചതിനെ ന്യായീകരിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ ചിറ്റപ്പൻ ഇ.പി. ജയരാജൻ. അതായത് ജയിലിലുള്ളവരെല്ലാം പാവങ്ങളാണ്, അവർക്ക് എന്തെങ്കിലും കുറച്ചുകൂടെ കൂലി കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും ഒരു ആശ്വാസമാകും, അവർക്ക് ഒരു ദ്രോഹം ആർക്കും അവരുണ്ടാക്കുന്നില്ലല്ലോ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇത് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ച സമയത്താണ് ഇത്തരത്തിലുള്ളൊരു മറുപടി ഇ.പി. ജയരാജൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതായത് നിങ്ങൾ എന്തിനാണ് ആ പാവങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ഇ.പി. ജയരാജൻ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നത്. ഇങ്ങനൊരു മറുപടി ഇ.പി. ജയരാജൻ പറയുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ആശാ വർക്കർമാരുടെ കൂലി ഈ ജയിലിലെ തടവ് പുള്ളികളുടെ കൂലിയേക്കാൾ വളരെ താഴെയാണ് എന്നുള്ളൊരു ചോദ്യമുണ്ടായപ്പോഴാണ് ഇ.പി. ജയരാജൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു മറുപടി ഉണ്ടായത്. അവർക്ക് എന്തെങ്കിലും ആവശ്യ സാധനങ്ങൾ വേണ്ടിയിട്ട് ജയിലിൽ എന്തെങ്കിലും സോപ്പോ മറ്റ് കാര്യങ്ങളോ ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഈ കൂലി ഉപകരിക്കും, ഒരു കാലോചിതമായ പരിഷ്കാരമാണ് ഇതെന്നാണ് ഇ.പി. ജയരാജൻ പറഞ്ഞത്. എന്താ ഒരു കരുതൽ അല്ലേ. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ സർക്കാർ വേതനം 620 രൂപയാക്കി ഉയർത്തുകയായിരുന്നു. ഈ ജയിൽ ജീവനക്കാരുടെ വേതനം 620 രൂപയാക്കി ഉയർത്തുകയായിരുന്നു. അതായത് ഇപ്പോൾ 152 രൂപ കൂലിയായിട്ട് വാങ്ങുന്ന തടവ് പുള്ളിക്ക് സ്കിൽഡ് വിഭാഗത്തിന് 620 രൂപ ലഭിക്കും. അതായത് ഇപ്പോൾ സ്കിൽഡ് വിഭാഗത്തിൽപ്പെട്ടവർ 152 രൂപ കൂലിയാണ് വാങ്ങുന്നത്. അവർക്ക് 620 രൂപയായിട്ട് ഈ കൂലി ഉയർത്തും. ഇനി 127 രൂപ ലഭിച്ചിരുന്ന ഈ സെമി സ്കിൽഡിന് 560 രൂപ ലഭിക്കും. 63 രൂപ വാങ്ങിയിരുന്ന അൺസ്കിൽഡിന് 530 രൂപയും ലഭിക്കും. കുഴപ്പമില്ല, ഒരു നല്ല വർധനവാണ്. ഈ കൊടിസിനിയെ പോലുള്ള പ്രധാന പ്രതികൾക്കൊക്കെ കുറച്ച് കഞ്ചാവോ ലഹരിയോ ഒക്കെ വാങ്ങാനൊക്കെ ജയിലിൽ ഉപകരിക്കും. വെറുതെ പറഞ്ഞതാണേ. കാരണം ഈ പൈസയുടെ ആവശ്യമൊന്നും അവർക്കില്ല. അവർ ജയിലിലിരുന്ന് തന്നെ കൊട്ടേഷൻ പണികളൊക്കെ ഏറ്റെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊരു പോക്കറ്റ് മണിയാക്കി കണക്കാക്കിയാൽ മതി. തടവുകാരുടെ അന്തസ്സും പുനരധിവാസവും ഒക്കെ ഉറപ്പാക്കുന്നതാണ് സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യം എന്നാണ് ഇ.പി. ജയരാജൻ്റെ വാദം. മുൻ മന്ത്രിയോട് മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് ഈ ആശാ വർക്കർമാർക്ക് കൂലി കൂടുതൽ കൊടുക്കാതിരുന്ന സർക്കാരാണ് ഈ തടവ് പുള്ളികൾക്ക് ഇത്രയധികം കൂലി കൊടുക്കുന്നതെന്ന്. ആശാ വർക്കർമാരുടെ ശമ്പളം 425 രൂപയാണ്. 425 പോയിൻ്റ് കുറച്ച് പൈസയും കൂടെ അധികമായിട്ട് വരും. ഇങ്ങനെ 425 രൂപ, ഇനി അത് റൗണ്ട് ചെയ്താൽ 426 രൂപ, അത്രയാണ് ആശാ വർക്കർമാരുടെ കൂലി. അതവർ ഉയർത്താൻ വേണ്ടിയിട്ട് അവർ നടത്തിയ പ്രക്ഷോഭമുണ്ട്, സമരമുണ്ട്. ഓണത്തിന് വരെ പട്ടിണി കിടക്കേണ്ടി വന്നു ആ പാവങ്ങൾക്ക്. 7000 രൂപയിൽ നിന്ന് ഈ 13,200 രൂപ ഒരു മാസത്തേക്ക് അവർ ഉയർത്താൻ വേണ്ടിയിട്ട് അവരുടെ നടത്തിയ ശ്രമമൊക്കെ നമ്മൾ ആ സമയങ്ങളിലെ ദൃശ്യങ്ങൾ ഓർത്താൽ നമുക്ക് മനസ്സിലാവും. അത്രമാത്രം സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ്, അത്രമാത്രം സമരം ചെയ്തുകൊണ്ടാണ് അവർ ആ കൂലിയിലേക്ക് ഉയർത്തിയത്. ഇപ്പോൾ ഇതാ ആശാ വർക്കർമാരുടെ കൂലിയേക്കാൾ കൂട്ടിക്കൊടുത്തിരിക്കുന്നു ജയിൽ കുറ്റവാളികളുടെ കൂലി. അവർ പാവങ്ങളാണ് എന്നാണ് പറയുന്നത്. കുറ്റം ചെയ്തിട്ടാണ് ജയിലിൽ പോകുന്നത്, അല്ലാതെ മിണ്ടാതെ പോകുന്ന ആൾക്കാരെ പിടിച്ച് ജയിലിലിട്ടതല്ല. അങ്ങനെയല്ല ജയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ആ ഒരു അർത്ഥത്തിലാണ് ഇ.പി. ജയരാജൻ പറഞ്ഞത് എങ്കിൽ അദ്ദേഹം കേരളം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിക്ക് നേരെയാണ് ആ ചോദ്യശരം എറിഞ്ഞിരിക്കുന്നത്. അതായത് ജയിലിൽ നിരപരാധികളാണ് കിടക്കുന്നതെന്ന വ്യാഖ്യാനമുണ്ടെങ്കിൽ ഇ.പി. ജയരാജൻ ആ ചോദ്യം എറിഞ്ഞിരിക്കുന്നത് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയന് നേരെയാണ്. ഇവർക്ക് തമ്മിൽ പല ശത്രുതകളും കാണും, പക്ഷേ എങ്കിലും മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല എൻ്റെ ചിറ്റപ്പ. അപ്പോൾ ഇങ്ങനെയാണ് താരതമ്യം. അതായത് ആശാ വർക്കർമാരുടെ കൂലി കൂട്ടിക്കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നാണ് മറ്റൊരു വാദം. മന്ത്രി ഓണറേറിയം കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. ഇത് എങ്കിലും താങ്കൾ ഓർമ്മിക്കുന്നത് നന്നാവും. ഈ പിന്നോക്ക സംസ്ഥാനമായ ബീഹാറിൽ 15,000 രൂപ വരെയാണ് ആശാ വർക്കർമാർക്ക് ലഭിക്കുന്ന കൂലി. അപ്പോൾ നമ്മുടെ മധുര മനോജ്ഞ കേരളത്തിൽ 13,200 രൂപ പോരാഞ്ഞിട്ട് ജയിൽ ക്രിമിനലുകൾക്ക് കൂലി കൂട്ടിക്കൊടുക്കുകയും ചെയ്തു. എന്താല്ലേ, വിരോധാഭാസത്തിന് ഒരു വിരോധാഭാസമാണ് കേരള സർക്കാർ ഇപ്പോൾ. ഇതുകൊണ്ടും തീർന്നില്ല. ഈ അടുത്ത സമയത്താണ് മറ്റൊരു തമാശ നടന്നത്. അതായത് ബെവറേജ് കോർപ്പറേഷൻ പുതുതായി ഇറക്കാൻ പോകുന്ന മദ്യത്തിൻ്റെ ബ്രാൻഡിന് പേര് കൊടുക്കുന്നവർക്ക് 10,000 രൂപ സമ്മാനം. അതായത് മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കാൻ ഉത്തരവാദിത്തമുള്ള സർക്കാരാണ് ഈ രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോയത്. എല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹം, അല്ലാതെ ഇപ്പോൾ എന്താ പറയുക അല്ലേ. അതായത് ഇ.പി. ജയരാജൻ പറഞ്ഞതനുസരിച്ച് ആ പാവങ്ങളങ്ങ് ജീവിച്ച് പൊയ്ക്കോട്ടെ.
അല്ലേ? ആ തടവ് പുള്ളികൾ എന്തെങ്കിലും ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളൊക്കെ നടത്തി അവരങ്ങ് ജീവിച്ച് പൊയ്ക്കോട്ടെ. അവർക്ക് വേണ്ട പ്രോത്സാഹനമൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകണം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.